സമരം ചെയ്തപ്പോഴേക്കും അതിന് പുരുഷ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണല്ലോ. പക്ഷേ കഴിഞ്ഞ വ്യക്തമായിട്ട് നാളെ ദൂരെ കണ്ടിട്ടാത്ത പ്രശ്നം കോൺഗ്രസ് തന്നെ അത് അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടി എടുക്കണം ഞാൻ ആവശ്യപ്പെടുന്നു. രാജ് സംസാരിക്കുകയായിരുന്നു. ശക്തമായ പ്രതിഷേധമാണിപ്പോൾ കോൺഗ്രസ് ഓഫീസിലേക്ക് BJP നടത്തുന്നത്. BJPയുടെ പ്രതിഷേധ മാർച്ചാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്ത് പ്രശാന്ത് കൃഷ്ണ ചെയ്യുന്നുണ്ട്. പ്രശാന്ത്, പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല അല്ലേ? അങ്ങനെയെങ്കിൽ പോലീസിലെ അടുത്ത നടപടി എന്തായിരിക്കാം? പ്രശാന്ത്, പറഞ്ഞോളൂ, കേൾക്കാം. സംഘർഷത്തിന് അയവ് വന്ന് തുടങ്ങിയിരിക്കുന്നു. കാരണം പോലീസുമായി സംസാരിച്ചു, നേതാക്കൾ സംസാരിച്ചു. ഒരു പ്രവർത്തകയ്ക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായി എന്ന വിഷയം ഉയർത്തിയാണ് സംഘർഷത്തിൽ കാര്യങ്ങൾ നീങ്ങിയത്. ഇതേ തുടർന്ന് ബാരിക്കേഡുകൾ മറിച്ചിട്ട് മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. KPC ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ നീങ്ങുന്ന നിലയുണ്ടായപ്പോൾ ജില്ലാധ്യക്ഷൻ കരമൻ ജയൻ അടക്കമുള്ളവർ ഇടപെട്ടു. ഇതിനുശേഷം ഇപ്പോൾ സംഘർഷം അയയുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രവർത്തകർ മടങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി KPCC ആസ്ഥാനത്തിന് സമീപം തടഞ്ഞ ബാരിക്കേഡിന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രകോപനമുണ്ടായി എന്ന വിമർശനമാണ് വി. മുരളീധരൻ MLA അടക്കമുള്ളവർ ഉന്നയിച്ചത്. പോലീസ് ആ നിലയിൽ ഒരു ഇടപെടൽ വന്നതുകൊണ്ടാണ് പ്രവർത്തകർ കൂടുതൽ വൈകാരികമായി ഇടപെട്ടത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ റോഡ് ഇപ്പോഴും അടച്ചിരിക്കുക തന്നെയാണ്. വെള്ളാമ്പലം ശാസ്ത്രമംഗലം റോഡ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സംഘർഷം അയഞ്ഞു. കാരണം ഇവിടെ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലോ അങ്ങനെ മറ്റ് വാക്കേറ്റമോ ഒന്നുമില്ല. വീണ്ടും ജലപീരങ്കി പ്രയോഗമാണല്ലോ പ്രശാന്ത്. വീണ്ടും നേരത്തെ ഉള്ള വിഷയമാണ് പ്രശാന്ത്. ഇപ്പോൾ സ്ഥിതി എപ്പോൾ ശാന്തമാകുന്നതെന്നാണോ? പ്രവർത്തകർ നേതാക്കന്മാർ വന്നതോടുകൂടി പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു. വെള്ളാമ്പലം ശാസ്ത്രമംഗലം റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുക തന്നെയാണ്. കാരണം ഒരു വശത്ത് ഇവിടുന്ന് 50 മീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഈ ബാരിക്കേഡ് ഉള്ളത്. ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വശത്തെ ബാരിക്കേഡുകൾ ചെയ്തു. അവിടെ നിന്നാണ് പ്രവർത്തകർ കൂടുതലും ആ ഭാഗത്തേക്ക് ഇരച്ചു കയറാൻ ഒരു ശ്രമം നടത്തിയത്. അപ്പോഴാണ് ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടായത്. നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ഭാഗത്ത് ബാരിക്കേഡുകളാണ് പ്രവർത്തകർ മറച്ചിട്ടത്. പക്ഷെ ഒരു നിര ബാരിക്കേഡ് ഇപ്പോഴും ഉണ്ട്. ഈ ഒരു വശത്തു കൂടി അകത്തേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസുമായി ഒരു സംഘർഷത്തിന്റെ സ്ഥിതി ഉണ്ടായത്. അപ്പോഴും അത് പിന്നീട് അവസരോചിതമായി തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ BJPയുടെ ജില്ലാ നേതൃത്വവും എല്ലാം ഇടപെട്ടു. സംസ്ഥാന നേതാക്കളടക്കം ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തത്. ഒരുപക്ഷെ KPC ആസ്ഥാനം ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ഇവിടെ നിന്ന് 50 മീറ്റർ മാത്രമാണ് അങ്ങനെ നീങ്ങുന്ന നിലയിലേക്ക് KPC ആസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്ക് BJP പ്രവർത്തകർ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നെങ്കിൽ അത് കൂടുതൽ സംഘർഷത്തിലേക്ക് മാറിയേനെ. മാത്രമല്ല അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയേനെ. ഏതായാലും ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അത് അക്രമാസക്തമായി, അക്രമം അഴിച്ചുവിട്ടു തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ മാർച്ച് നടന്നത്. മാർച്ചിലെ സംഘർഷം പൂർണ്ണമായും തന്നെ അവസാനിച്ചിരിക്കുന്നു. പോലീസുകാരുടെ നിര ഇപ്പോഴുമുണ്ട്. ബാരിക്കേഡ് പൂർണ്ണമായും മാറ്റിയിട്ടില്ല. കാരണം ഒരു വശത്ത് നേതാക്കൾ മാത്രമാണ്
ഇവിടെ ഉള്ളത്. പ്രവർത്തകർ എല്ലാവരും മടങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചില നേതാക്കൾ മാത്രമാണ്, അത് ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടി എത്തിയ നേതാക്കളാണ്, ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിയവരാണ്. അവർ ഈ സംഘർഷം പൂർണ്ണമായും അവസാനിച്ച ഘട്ടത്തിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശം പ്രവർത്തകർക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ ഇങ്ങനെ ബാരിക്കേഡുകൾ മറിച്ചിട്ട് KPCയുടെ ഭാഗത്തേക്ക്, ഇന്ദിരാഭവൻ്റെ ഭാഗത്തേക്ക് പ്രവർത്തകർ നീങ്ങാനുള്ള ശ്രമം നടത്തിയതാണ് സംഘർഷത്തിൻ്റെ ശരി. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.